എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ മൗണ്ട് ലേഡിയെയും നമ്മുടെ ചുന്ദരി ടീച്ചറെ കാണിക്കുക. അവരുടെ രണ്ടുപേരുടെയും കാര്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടക്കാൻ പോവാണ്. അപ്പൊ ആങ്കർ ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ ഈ ഡ്രസ്സ് അത് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് കേട്ട് നമ്മുടെ ചേച്ചിമാര് അവരുടെ ഡ്രസ്സ് അതിനെക്കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങും. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ പറഞ്ഞ് വയസ്സൊക്കെ തുറന്നടിച്ച് വാ തോരാതെ സംസാരിച്ച് അത് വലിയ ഫൈറ്റായി മാറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ US സ്കൂളില് അവരുടെ മാസ്റ്റർ പറയും, ഇനി മെയിൻ എക്സാമിന് ഒരു മാസം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുമ്പോ നമ്മുടെ പിങ്കി പെണ്ണും അവളുടെ ഫ്രണ്ടും അവര് രണ്ടുപേരും പൊട്ടിക്കരയാൻ തുടങ്ങും. കാരണം അവരാണ് ആ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും വീക്ക് സ്റ്റുഡൻസ്. നമ്മുടെ ഹീറോ ഇസുക്കു പയ്യൻ അവന് 4th റാങ്ക് ഉണ്ട്, ടോഡറോക്കിക്ക് 5th റാങ്ക്, കണ്ണാടി പയ്യന് 2nd റാങ്ക്. നമ്മുടെ ആൾക്കാർ 3 പേരും അവര് സെറ്റായി നിന്ന് ഇപ്പൊ ഉഷാറായിട്ട് പഠിക്കും. ഉറപ്പായിട്ടും നല്ലതുപോലെ പഠിച്ച് നമുക്ക് 3 പേർക്കും ഈ ഒരു എക്സാമില് നല്ല മാർക്ക് വാങ്ങണം. അവരുടെ ടീം വർക്ക് കാണുമ്പോ ഇപ്പൊ കാമിനാരി പയ്യന് അവൻ ഒരുപാട് കലിയിളകും. കാരണം അവനും ക്ലാസ്സിലെ ഒരു പുവർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആർക്കാണ് ഫസ്റ്റ് റാങ്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റാർക്കും അല്ല, സാക്ഷാൽ മോമോ പെണ്ണ്. അവൾക്ക് ഫസ്റ്റ് റാങ്ക് ആണ് എന്നറിഞ്ഞ ഉടനെ എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ അവൾക്ക് ചുറ്റും കൂടും. അവര് പറയും, ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യണം, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കമ്പൈൻ സ്റ്റഡി അത് നടത്തിക്കൂടെ? അവൾക്ക് ചുറ്റും ഒരുപാട് പേരെ കാണുമ്പോ അവൾക്കും സന്തോഷാവും. കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വായോ, നമുക്ക് അവിടെ വെച്ച് കമ്പൈൻ സ്റ്റഡി നടത്താം. ഇവിടെ ചപ്രത്തലേന് അവന് 3rd റാങ്ക് ആണ്, ചോപ്പം മുടിയന് 14ാമത്തെ റാങ്കും. കട്ട് ചെയ്താ ഇപ്പൊ ലഞ്ച് ടൈമില് എല്ലാവരും പ്രാക്ടിക്കൽ എക്സാം ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഡോറയ്ക്കാണെങ്കിൽ 13ാമത്തെ റാങ്ക് ആണ്. നമ്മുടെ തവളപ്പെണ്ണ് ഫ്രോപ്പിക്ക് അവൾക്ക് 6ാമത്തെ റാങ്കും. അപ്പൊ ആ ഒരു സമയത്ത് പവർ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ചെക്കൻ അവൻ നൈസായിട്ട് വന്ന് ഇപ്പൊ ഇസക്കിന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കും. ഇസക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവൻ പറയും, അയ്യോ സോറി, അറിയാതെ എന്റെ കൈ ഒന്ന് തട്ടിപ്പോയതാണ്, നിനക്ക് വേദനിച്ചോ? അതിന് ഇസക്ക് പയ്യൻ പറയും, ഇല്ല കുഴപ്പമില്ല, വേദന എടുത്തില്ല. ആക്ച്വലി ഇവന് ഫസ്റ്റ് റാങ്കിലുള്ള സ്റ്റുഡൻസിനെ തീരെ ഇഷ്ടമല്ല. മാത്രമല്ല ഇസക്ക് പയ്യൻ അവൻ ഓരോ മിഷൻസിലും ഓരോ ടാസ്കിലും അവന്റെ പവർ കാണിച്ച് എല്ലാവരെയും ഷോക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനും നമ്മുടെ ഇസക്ക് പയ്യനോട് നല്ല കുശുമ്പാണ്. അവന്റെ ഇളിച്ചോണ്ടിരുന്ന മോന്ത അത് പെട്ടെന്ന് ചേഞ്ചായി. അവൻ വിളിച്ചു പറയും, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു വില്ലൻ നിങ്ങളെ എല്ലാവരെയും തല്ലിക്കൊല്ലും. അതുവരെ മാത്രമേ നിങ്ങളുടെ ഈ ഒരു അഹങ്കാരം കാണൂന്ന് പറയുമ്പോ അവന്റെ ഡിവിഷനിലെ വേറൊരു പെണ്ണ് വന്ന് അവന്റെ തലക്കിട്ടൊരു കിഴുക്ക് കൊടുക്കും. അവള് പറയും, സോറി, ആക്ച്വലി ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്, ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിത് കാര്യാക്കണ്ട, നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ നോക്ക്. അവള് പറയും, ഇത്തവണയും നിങ്ങൾക്ക് റോബോട്ട് ഫൈറ്റ് ആണ്, നമ്മുടെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് എനിക്ക് പറഞ്ഞു തന്നാണ്, അതുകൊണ്ട് നല്ലോണം പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവളിപ്പോ അവനെയും തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ടപാടെ ഇപ്പൊ വമ്പം പ്ലാനിങ് ഒക്കെ തുടങ്ങും. അത് കണ്ട് ചപ്രത്തലയൻ അവൻ ഹീറോയുടെ അടുത്തേക്ക് വരും. അവൻ പറയും, എങ്ങനെയൊക്കെയോ നീ നിന്റെ പവർ അതിപ്പോ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല കിട്ടുന്ന ഓരോ അവസരത്തിലും നീ എന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇനി നിനക്ക് അതിനൊരു അവസരം ഞാൻ തരില്ല. അടുത്ത ബാറ്റില് എന്റെ റിയൽ ഫേസ് അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ദേഷ്യത്തില് അവിടുന്ന് കടന്നു പോവും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ചപ്രത്തലയും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ കമ്പൈൻ സ്റ്റഡിക്ക് മോമോയുടെ വീട്ടിലേക്ക് വരും. അവളുടെ വീടും ഗേറ്റും സ്ഥലവും അതൊക്കെ കണ്ട് ഇപ്പൊ നമ്മുടെ ചെക്കന്മാരുടെ ഫ്യൂസ് പോവും. വാവ്, ഇത് വീടാണോ കൊട്ടാരമാണോ? ഇവളൊരു പണച്ചാക്കാണെന്നൊക്കെ പറഞ്ഞ് അവര് പരസ്പരം കമന്റ് പറയും. ഫ്രണ്ട്സിനെ കണ്ട മോമോ പെണ്ണ് അവൾ ഓടി വന്ന് അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവരെല്ലാവരും ഇപ്പൊ കാര്യമായിട്ട് പഠിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ വാശിയോടെ എക്സാം എഴുതും. പക്ഷെ ചപ്രത്തലയും മാത്രം അവന്റെ പേനയുടെ ഭംഗി നോക്കി ഇപ്പൊ കാഷ്വൽ ആയിട്ടിരിക്കും. അടുത്തതായിട്ട് ഇനി പ്രാക്ടിക്കൽ എക്സാം ആണ്. മാസ്റ്റർ പറയും, എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു എക്സാമിന്. ആരെങ്കിലും എന്തെങ്കിലും സൂത്രപ്പണി കാണിച്ചാ അവർക്കൊരിക്കലും വെക്കേഷൻ ക്യാമ്പിന് പങ്കെടുക്കാൻ സാധിക്കില്ല. സ്റ്റുഡൻസ് എല്ലാവരും റോബോട്ട്സിനെ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും പ്രിൻസിപ്പല് ഇപ്പൊ വമ്പനൊരു ട്വിസ്റ്റ് കൊണ്ടുവരിക. ആക്ച്വലി ഇത്തവണ സ്റ്റുഡൻസുമായിട്ട് മത്സരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല,
അവരുടെ ടീച്ചേഴ്സ് തന്നെയാണ്. പ്രിൻസിപ്പൽ പറയും ഇതൊരു ടീം ഫൈറ്റ് ആണ്. ഫസ്റ്റ് ടീം മോമോ പെണ്ണും ടോഡറോക്കിയും അവർ രണ്ടുപേരും ഐസമയായിട്ട് ഫൈറ്റ് ചെയ്യണം. രണ്ടാമതായി നമ്മുടെ ഹീറോയും ചപ്പർത്തലേനും അവർ രണ്ടുപേരും ചേർന്ന് ചിരിക്കുട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അത് കേട്ട് നമ്മുടെ ഇസുക്ക് പയ്യനും ചപ്പർത്തലേനും രണ്ടുപേരും ഷോക്കായി ഇപ്പൊ പരസ്പരം നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരാഴ്ചക്ക് മുൻപ് ഇപ്പൊ സ്റ്റാഫ് റൂം കാണിക്കുകയാണ്. അവിടെ ടീച്ചേഴ്സ് അവര് വളരെ കാര്യമായിട്ട് ഹീറോ കില്ലറിനും ലീഗ് ഓഫ് വില്ലൻസിനും തമ്മില് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നവര് പരസ്പരം ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിസ്കഷന്റെ ഒടുവില് അവരൊരു തീരുമാനം എടുക്കും. നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഫ്യൂച്ചർ സൂപ്പർ ഹീറോസ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവർക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുക്കണം. അതുകൊണ്ട് റോബോട്ട്സിന് പകരം അവരുമായിട്ട് ടീച്ചേഴ്സ് ഫൈറ്റ് ചെയ്യണം. അവരങ്ങനെയാണ് ഈ ഒരു എക്സാം അത് കണ്ടക്ട് ചെയ്തത്. അങ്ങനെ ഫൈറ്റിനു വേണ്ടി ആദ്യം തെരഞ്ഞെടുക്കുക മോമോയെയും ടോഡറോക്കിയെയും ആണ്. ടോഡറോക്കിക്ക് 2 സ്പെഷ്യൽ പവർ ഉണ്ട്. അതുപയോഗിച്ച് അവൻ ആരെ വേണമെങ്കിലും ഈസി ആയിട്ട് തകർക്കാൻ കഴിയും. മോമോ പെണ്ണ് അവൾക്ക് വലിയ പവറൊന്നും ഇല്ലെങ്കിലും അവൾക്ക് നല്ല ബുദ്ധിയാണ്. അവൾ എപ്പോഴും തന്ത്രപരമായാണ് എല്ലാത്തിലും ജയിക്കാറ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇസുക്ക് പയ്യനെയും ചപ്പർത്തലേനെയും സെലക്ട് ചെയ്യും. അവർ രണ്ടുപേരെയും ഒരേ ടീമാക്കും. കാരണം ചപ്പർത്തലേന് അവൻ എപ്പോഴും ഇസുക്ക് പയ്യനോട് ഒരുപാട് ദേഷ്യമാണ്. ഒരു പക്ഷേ ഈ ടീം വർക്കിലൂടെ അത് മാറിയേക്കാം. മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും നല്ല പവറുണ്ട്. ഇവരുടെ ഓപ്പണന്റ് നമ്പർ 1 ഹീറോ ചിരിക്കുട്ടനാണ്. കട്ട് ചെയ്താ ഇപ്പൊ ബാറ്റിൽ അനൗൺസ് ചെയ്യും. ഓരോരുത്തരുടെ ടീമും അവര് ഫൈറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ പേരും ഇപ്പൊ അനൗൺസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരുടെയും ടീം അത് അനൗൺസ് ചെയ്തതിനു ശേഷം പ്രിൻസിപ്പൾ പറയും നിങ്ങൾക്ക് ഈ ഗെയിമിൽ ജയിക്കണമെങ്കിൽ ഈ ഒരു ഹാൻഡ് കഫ് അത് ടീച്ചേഴ്സിന്റെ കയ്യിൽ അണിയിപ്പിക്കണം. അല്ലെങ്കിൽ അവരെ ക്രോസ് ചെയ്ത് സർക്കിളിന് പുറത്തേക്ക് വരണം. വിസിലിന്റെ സൗണ്ട് കേൾക്കും. എല്ലാവരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഒന്നിക്കില് ഫൈറ്റ് ചെയ്ത് ടീച്ചേഴ്സിന്റെ കയ്യിൽ ഹാൻഡ് കഫ് ഇടണം. അല്ലെങ്കിൽ അവരെ ഓടിത്തോപ്പിച്ച് ആ സർക്കിളിന് പുറത്തെത്തണം. ആക്ച്വലി ടീച്ചേഴ്സിന് അവർക്ക് പവർ കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ പവർ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഡിവൈസ് ടീച്ചേഴ്സ് എല്ലാവരും അവരുടെ ബോഡിയിൽ ഘടിപ്പിക്കും. അത് കണ്ട് ചപ്രത്തലയൻ അവൻ വിളിച്ചു പറയും ഉറപ്പായിട്ടും ഈ ബാറ്റില് ചിരിക്കുട്ടനെ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് തന്നെയായിരിക്കും ഞാൻ ജയിക്കുക. അങ്ങനെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ടീം അവർ ഫൈറ്റ് ചെയ്യാൻ ഗോദയിലേക്ക് ഇറങ്ങും. ബാക്കിയുള്ള സ്റ്റുഡൻസ് അവര് ടീം ചേർന്ന് എങ്ങനെ ഫൈറ്റ് ചെയ്യാം എന്ന് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അപ്പൊ അതേസമയം ഇസുക്ക് പയ്യനും ഡോറ പെണ്ണും അവര് രണ്ടുപേരും നടക്കാൻ പോകുന്ന ബാറ്റില് അത് കണ്ടു മനസ്സിലാക്കാൻ ഇപ്പൊ വേദിയുടെ അടുത്തേക്ക് വരും. ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോ നമ്മുടെ ചോപ്പൻ തലേനും മഞ്ഞ മസിൽമാനും അവര് രണ്ടുപേരും പതിയെ നടന്നു വരും. മഞ്ഞച്ചക്കൻ അവൻ പ്രത്യേക ഒരു പൊടിയെടുത്ത് അവന്റെ വായിലേക്കിടും. അത് കഴിച്ച അവന്റെ ഫുൾ പവർ പുറത്തു വന്ന് ഒരു ഹൾക്കിനെ പോലായി മാറും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ സെമന്റോസ് മാസ്റ്റർ അവരുമായിട്ട് ഫൈറ്റ് ഇടാൻ അവർക്ക് നേരെ വരും. പിന്നീട് രണ്ട് ടീമും പൊരിഞ്ഞ അടിയിടി ബഹളം. നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ ആ ഫൈറ്റ് കാണുമ്പോ തന്നെ പറയും ഈ ഒരു ബാറ്റില് ചോപ്പനും മഞ്ഞയും അവര് ജയിക്കില്ല, മാസ്റ്റർ തന്നെയായിരിക്കും ജയിക്കുക. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ രണ്ട് സ്റ്റുഡൻസും തോറ്റ് തൊപ്പിയിടും. അത് കണ്ട് ഗ്രാൻഡ്മ ഇപ്പൊ ഇസുക്ക് പയ്യനോട് പറയും ഫൈറ്റിന്റെ ടെക്നിക്സ് അത് ശരിക്കും കണ്ടുപഠിച്ചോ. നിന്റെ ഓപ്പണന്റ് അത് സാക്ഷാൽ ചിരിക്കുട്ടനാണ്. അത് കേട്ട് ഹീറോയുടെ ടെൻഷൻ അത് കൂടി വരും. കാരണം അവന്റെ കോമ്പണന്റ് സാക്ഷാൽ ചപ്രത്തലേനാണ്. അവനുമായിട്ട് ഒരിക്കലും ടീം വർക്ക് അത് പോസിബിൾ ആവില്ല. അപ്പൊ വീണ്ടും ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. അടുത്ത ബാറ്റില് അതിന് സ്റ്റുഡൻസും ടീച്ചറും റെഡി ആയിട്ട് ഇപ്പൊ ഗോദയിലേക്ക് ഇറങ്ങും. ഇത്തവണ ഫ്രോപ്പിയും നമ്മുടെ കാക്കത്തലേനുമാണ് ഫൈറ്റ് ചെയ്യാൻ എത്തുക. അവര് പരസ്പരം പറയും നമുക്ക് ഫൈറ്റ് ചെയ്യണ്ട, എങ്ങനെയെങ്കിലും മാസ്റ്ററിനെ വെട്ടിത്തിരിപ്പിച്ച് എസ്കേപ്പായി നമുക്ക് ഈ ബാറ്റിൽ ജയിക്കണം. അവരുടെ ഓപ്പണന്റ് എറ്റിയോപ്ലാസം മാസ്റ്റർ ആണ്. അവരങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ ഹീറോ ആവട്ടെ അവൻ കണ്ണിമ വെട്ടാതെ ആ ബാറ്റില് അത് നോക്കി നിൽക്കും. മാസ്റ്റർ വന്നുടനെ ഇപ്പൊ ആളുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. കാക്കാത്തലേനും നമ്മുടെ ഫ്രോപ്പി പെണ്ണും അവരുടെ ഐഡിയ ഫ്ലോപ്പായി. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവര് പരസ്പരം നോക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.